പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദരവെന്നും എന്നേക്ക് തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ യൂട്യൂബ് ആലക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൽ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ സംയോജിച്ചിരിക്കുന്നു. ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഞാൻ ആ വിഷയത്തെ പറ്റി അല്പം പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേര് അത് ഒന്ന് വിശദീകരിച്ച് പറയണം ഒക്കെ ആവശ്യപ്പെട്ടു. ഒരു ഷൈനി ഏലിയാസ്, ഒരു കുര്യാക്കോസ് കക്കാട്ടിൽ തുടങ്ങിയവർ ഒന്ന് വിശദീകരിക്കണം, ഒരു വീഡിയോ അതിനു വേണ്ടി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ വീഡിയോ ഇടുന്നത്. വചനം മാംസമായി എന്നാണ് യോഹന്നാൻ 1:14 പറയുന്നത്. വചനം ജഡമായി നമ്മിൽ ആവസിച്ചു. യോഹന്നാൻ 1:14. അവൻ്റെ മഹത്വം പിതാവിനുള്ള ഏകജാതൻ്റെ മഹത്വം എന്ന പോലെ ഞങ്ങൾ കണ്ടു. വചനം ജഡമായി അല്ലെങ്കിൽ മാംസമായി എന്ന് പറയുമ്പോൾ വചനം പോയിട്ടില്ല. ജഡമായത് വചനം തന്നെയാണ്. ആ വചനം ജഡത്തിൻ്റെ കൂടെ ഉണ്ട്. ഇത് മാന്ത്രിക വിദ്യയൊന്നും അല്ലല്ലോ ഒന്ന് മറ്റൊന്നായി മാറാൻ. വചനം മാംസമായി അല്ലെങ്കിൽ ജഡമായി നമ്മിൽ ആവസിച്ചു. അവൻ്റെ മഹത്വം പിതാവിനുള്ള ഏകജാതൻ്റെ മഹത്വം എന്ന പോലെ ഞങ്ങൾ കണ്ടു. അവൻ്റെ മഹത്വം എപ്പോഴും അവിടെ ഉണ്ട്. അതാണ് യോഹന്നാൻ 1:14 പറയുന്നത്. അവൻ്റെ മഹത്വം പിതാവിനുള്ള ഏകജാതനായവൻ്റെ മഹത്വമായി ഞങ്ങൾ കണ്ടു. കാരണം അവിടെ ദൈവവും മനുഷ്യനുമാണെന്ന് മനസ്സിലാക്കണം. പലരും പറയും യേശുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് പറയും. അതും തെറ്റാണ്. ഞാൻ പിന്നെ പറയാം. പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ച് യേശുവിൻ്റെ അമ്മ എന്ന് പറയാം, ദൈവമാതാവ് എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെ ശരിയാവണേ? വചനമൊക്കെ പോയിട്ടില്ല. വചനത്തിലെ ദൈവത്വവും മറിയാമിലെ മനുഷ്യത്വവും തമ്മിലാണ് യോജിച്ചത്. അത് പിന്നെ ഒരിക്കലും വേറെ വരിയില്ല. വചനം പോയെങ്കിൽ പിന്നെ പരിശുദ്ധ റൂഹായുടെ ആവാസത്വം വേണ്ട. ഒരു സ്വപ്നത്തിൽ യോസേപ്പിനോട് പറഞ്ഞാൽ മതി, നീ മറിയാമിനെ പരിഗ്രഹിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവണം, അവന് യേശുവിന് പേരിടണമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ യേശുവിൻ്റെ അമ്മ എന്ന് പറയാം. അത് ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നിൽ ആവസിക്കും, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രനാണ്. അവൻ മനുഷ്യത്വം പോയിട്ടില്ല. വചനത്തിലെ ദൈവത്വവും മറിയാമിൻ്റെ മനുഷ്യത്വവും തമ്മിൽ സംയോജിച്ചു. അത് വളരെ രഹസ്യമായ, വളരെ അത്ഭുതാവഹമായ ഒരു സംയോജിപ്പാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ദൈവത്വം ലൈംഗികതയിലേക്ക് കൊണ്ടുവരുന്നൊന്നും പറയരുത്. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപം പറയരുത്. ബീജവും വണ്ണവും യോജിക്കാതെ കുട്ടികളുണ്ടാവില്ലല്ലോ. ബീജവും വണ്ണവും വേറെ തിരിഞ്ഞ് നിന്നാൽ കുട്ടി ഉണ്ടാവും. യോജിക്കണം. അതുപോലെ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചാണ് ആ കുട്ടി ഉണ്ടായത്, യേശു ഉണ്ടായത്. അത് വ്യക്തമാക്കാനാണ് അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും കണ്ട മനുഷ്യൻ, പക്ഷെ ദൈവത്വം അവനിൽ മറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചത്. വചനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ വചനം സ്വർഗത്തിലുണ്ട്, പിതാവിൻ്റെ കൂടെ ഉണ്ട്. അവൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവൻ പിതാവിൻ്റെ കൂടെ ഉണ്ട്. കാരണം പിതാവിൻ്റെ വാക്കാണവൻ, വചനമാണവൻ. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ വിശുദ്ധ കുർബാനയിലെ അപ്പമല്ല അത് കുർബാനയാകുമ്പോൾ കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും അതിനകത്തുണ്ട്. അത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം.
മത്തായി 16:16 എന്താ പത്രോസ്ലീഹ പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അവിടെ ദൈവത്വം മനുഷ്യത്വം ഉണ്ടോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു, അഭിഷിക്തൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ മനുഷ്യനായിട്ട് ചിത്രീകരിക്കാം. അപ്പോൾ അവിടെ ആ ദൈവത്വവും മനുഷ്യത്വവും സംയോജിച്ചിട്ടുണ്ട്. ഇത് മറിയാമിൻ്റെ മനുഷ്യത്വം തന്നെയാണോ? മറിയാമിൽ പരിശുദ്ധ റൂഹ ആവസിച്ചു. പരിശുദ്ധ റൂഹായുടെ ശക്തിയാലാണ് ഈ ദൈവത്വവും മനുഷ്യത്വവും സംയോജിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ റൂഹായിൽ നിന്നും കന്യാമറിയാമിൽ നിന്നും എന്ന് പറഞ്ഞത്. റൂഹായിൽ നിന്ന് ശരീരം എടുത്തു എന്ന് പറഞ്ഞാൽ റൂഹായ്ക്ക് ശരീരമില്ല, റൂഹ ആത്മാവാണെന്ന് നമുക്കറിയാം. അപ്പോൾ റൂഹായുടെ ശക്തിയാൽ അവൾ ഗർഭം ധരിച്ചു. റൂഹായുടെ ശക്തിയാൽ ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ടു. അങ്ങനെ യേശു കുഞ്ഞ് അവളുടെ ഉദരത്തിൽ ഉരുവായി. പരിശുദ്ധ റൂഹായുടെ മണവാട്ടി എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ പറയും, അപ്പം പരിശുദ്ധ റൂഹ പിതാവും അമ്മ മാതാവുമാണോ? അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്നാണോ ഈ കുട്ടി ഉണ്ടായെന്നൊക്കെ ചോദിക്കും. അത് വിവരമില്ലാത്തതുകൊണ്ട് ചോദിക്കണം. അത് വളരെ ക്ലേശമായ ഒരു ചോദ്യമാണ്. ആത്മാവായ പരിശുദ്ധ റൂഹ ആവസിച്ചു റൂഹായെന്നും അത് പ്രേത പിശാചുക്കളെ പോലെ ഒക്കെ അങ്ങോട്ട് ബന്ധത്തിലേർപ്പെട്ടു എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ്. അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ ധിക്കാരമായിട്ട്, ദൈവത്തിനെതിരായിട്ട് പറയരുത്. വലിയൊരു സംയോജിപ്പാണത്. നീ ദൈവപുത്രനായ ക്രിസ്തു. ആദ്യം തന്നെ ദൈവത്വം മനുഷ്യത്വം ഉണ്ട്. അത് യോജിച്ചിരിക്കണം. അത് വേറെ തിരിച്ചിരിക്കാൻ പറ്റൂല. യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാലും അതിൽ ദൈവത്വം മനുഷ്യത്വം ഉണ്ട്. നീ അവൻ യേശു എന്ന് പേരിടണോ, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് രണ്ടും മലാഹ പറഞ്ഞല്ലേ, കർത്താവല്ലേ പറഞ്ഞേ, ദൈവമല്ലേ പറഞ്ഞേ. അപ്പോൾ അവന് ദൈവത്വവും മനുഷ്യത്വം ഉണ്ട്. അത് യോജിച്ചിരിക്കണം, വേറെ തിരിച്ചല്ലായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ബീജം കൊണ്ട് വേറെ തിരിച്ച് തന്നാൽ കുട്ടി ഉണ്ടാവില്ല. അത് ലോജിക്കാവട്ടെ. മത്തായി 17:1 മുതൽ വായിക്കുമ്പോൾ കർത്താവിന് രൂപാന്തരീകരണം ഉണ്ടായി. മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, വസ്ത്രം വെളിച്ച പോലെ വെള്ളയായി. അവനിലുള്ള ദൈവത്വം അവൻ്റെ ശരീരത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടതാണത്. ദൈവത്വവും മനുഷ്യത്വവും വേർതിരിച്ച് നിൽക്കുകയാണെങ്കിൽ അതത്ര എളുപ്പമല്ല പ്രത്യക്ഷപ്പെടുക, ശരീരത്തിൽ കൂടി പ്രത്യക്ഷപ്പെടുക. ദൈവത്വം കൊണ്ടുവന്ന് മനുഷ്യത്വത്തിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ഒരിക്കലും അത് സാധ്യമല്ല, അത് ശരിയല്ല. ദൈവത്വവും മനുഷ്യത്വം തമ്മിൽ യോജിച്ചിരിക്കുകയാണ്. അവരിലുള്ള ദൈവത്വം ശരീരത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടു. ആ രോഗികളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ്റെ ദൈവത്വം അവൻ്റെ ശരീരത്തിൽ കൂടി പ്രവർത്തിച്ചു. അല്ലെങ്കിൽ അവൻ്റെ ദൈവത്വം അവൻ്റെ മനുഷ്യത്വത്തിൽ കൂടി പ്രവർത്തിച്ചു. അപ്പോൾ ചിലർ ചോദിക്കും, ദൈവത്തിന് വിശപ്പുണ്ടോ, ദാഹമുണ്ടോ? ഈ വെള്ളം കുടിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ദൈവത്വം കഴിക്കുന്നുണ്ടോ? അത് യുക്തമായൊരു ചോദ്യമാണ്. അവിടെ ദൈവത്വത്തിന് ആഹാരം ആവശ്യമില്ല, വെള്ളം ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാവുകയോ വേറെ ഏതെങ്കിലും അസുഖം ഉണ്ടാവുകയോ ചെയ്യുമ്പോഴും നമ്മളൊരു ടാബ്ലറ്റോ അല്ലെങ്കിൽ വേറെ മരുന്നോ കഴിക്കും. ആ മരുന്നിൻ്റെ ആ ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് എവിടെ ചെല്ലുന്നു? എവിടെയാണോ രോഗം അവിടേക്ക് ചെല്ലും. എൻ്റെ ശരീരം മുഴുവൻ അത് വ്യാപിക്കണമെന്നില്ല. എന്ന് പറയുന്ന പോലെ മനുഷ്യത്വത്തിന് ആവശ്യം ഭക്ഷണമോ, അത് ഭക്ഷണം കഴിക്കണം. ദൈവത്വത്തിനത് ആവശ്യമില്ല, ദൈവത്വത്തിനത് ആവശ്യമില്ല. ദൈവത്വത്തെ സ്വീകരിക്കുന്നില്ല, അബ്സോർബ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്വവും മനുഷ്യത്വവും യോജിക്കാത്ത ഒരു യേശുവിന് രക്ഷ നൽകാൻ സാധ്യമല്ല. ദൈവത്തെ തിരിച്ചു കാണും, മനുഷ്യത്വം തിരിച്ചു കാണുമെങ്കിൽ മനുഷ്യന് മാത്രമേ രക്ഷ നൽകാൻ പറ്റൂ. ദൈവത്തിന് മാത്രമേ രക്ഷ നൽകാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യാവതാരം എടുത്തത്.
ദൈവം ആത്മാവാണ്. ആത്മാവിന് മാത്രം മരിക്കാൻ പറ്റൂല. ആത്മാവിനെങ്ങനെ മരിക്കണം? ആത്മാവിന് മരണമില്ല. ആത്മാവിൽ മരിക്കാം, അതവന് പറ്റിയതാ. ആത്മാവിന് മരണമില്ല. അപ്പം മരിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം എടുത്തത്. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ശരീരം എടുത്തത്. അപ്പം ആത്മാവിന് മാത്രം മരിക്കാൻ പറ്റില്ല. ആത്മാവ് ശരീരം എടുത്തെങ്കിലേ മരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നത്, അല്ലെങ്കിൽ വചനം മാംസമായത്. അവിടെ ദൈവത്വത്തിലേക്ക് വെറുതെ ഒരു മാംസകഷ്ണം, വലിയ ഒരു മനുഷ്യ കഷ്ണം, ഒരു മനുഷ്യൻ കഷ്ണം എന്ന് പറയണ്ട, ഒരു മനുഷ്യൻ. അതിനൊന്നും രക്ഷാൽക്കാൻ പറ്റില്ല. ഈ മരണം എന്ന് പറയുന്നത് ആത്മാവും ശരീരം തമ്മിൽ വേർപെടുന്നതാണ്. അപ്പോൾ കർത്താവ് മരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കർത്താവ് മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പ് ആത്മാവ് മാത്രമല്ലേ, ശരീരം ഉണ്ടായില്ലല്ലോ. അവിടെ അവനെന്തെങ്കിലും കേട് പറ്റിയോ? അവനെന്തെങ്കിലും കുറഞ്ഞോ, അവനെന്തെങ്കിലും കൂടിയോ? മനുഷ്യത്വം അവൻ സ്വീകരിച്ചു. അതുകൊണ്ട് ഞാൻ ദൈവപുത്രനാണ്, ചിലപ്പോൾ പറയും ഞാൻ മനുഷ്യപുത്രനാണ്. രണ്ടും രണ്ടായിട്ട് തിരിച്ചേക്കല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. രണ്ടും രണ്ടായിട്ട് തിരിച്ചുന്ന കാലത്ത് പറയണതല്ല വൈകുന്നേരം പറയണമെന്നാവും. രാവിലെ പറയുന്നത് വൈകുന്നേരം അത് തന്നെ പറയും. അല്ല, രാവിലെ ദൈവത്വം പറയും, വൈകുന്നേരം മനുഷ്യത്വം പറയും. അങ്ങനെയല്ല, ദൈവത്വം മനുഷ്യത്വം യോജിച്ച് തന്നെ ഇരിക്കുന്നത്, ഒരു സംശയമില്ല. ആ ദൈവത്വം മനുഷ്യത്വം യോജിച്ച ദൈവ മനുഷ്യനെയാണ് മറിയാം 9 മാസം ഗർഭത്തിൽ വഹിച്ചത്. ഇത് ഡോക്ടർ സൂസൻ ജോർജൊക്കെ ഇത് കേട്ടാൽ കൊള്ളാം. ഒരു പെന്തിക്കോസ്റ്റ് ഭാഷയാണ് ഡോക്ടർ സൂസൻ ജോർജ്. ബൈബിളിലെ ചില കാര്യങ്ങൾ മാത്രം എടുത്ത് അതുകൊണ്ട് അങ്ങോട്ട് സ്ഥാപിക്കുക. അവർ പ്രസംഗിക്കുന്ന വേറൊരു യേശുവിനെയാണ്. ഈ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്നത് വേറൊരു യേശുവിനെയാണ്. കൂതാശകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത, പൗരോഹിത്യത്തിൽ അതൊക്കെ പറയണേ. റോമർ 15 വായിക്കുമ്പോൾ പൗലോസ് എന്ന് പറയുന്നു ഞാൻ പുരോഹിതനാണെന്ന്. അത് ഡോക്ടർ സൂസൻ ജോർജ് അതിനെന്തെങ്കിലും ഒരു മറുപടി അറിയാമോ? അതിനേക്കാൾ വലിയ ആളുകൾ അപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. തെറ്റിദ്ധാരണകൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. വേറെ യേശുവിനെ പ്രസംഗിച്ച് ജനത്തെ വികാരഭരിതരാക്കി. നിങ്ങൾ പള്ളിയിൽ പോകണ്ട, ഉദാശ വേണ്ട, കുർബാന വേണ്ട, യേശുവിനെ സ്വീകരിച്ച ആൾക്ക് രക്ഷയുണ്ട്. ആര് രക്ഷയായിരുന്നു? പാപമോചനം കൊടുക്കാൻ പട്ടക്കാരനെ ധ്യാനമുള്ളൂ. അവൻ്റെ മേൽ ഊതി, ശിഷ്യന്മാരുടെ മേൽ ഊതി. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നോ അത് നിർത്തപ്പെട്ടിരിക്കും. ആ അധികാരമാണ് അവർ കൊടുത്തത്. കർത്താവിൻ്റെ അധികാരം കൊടുത്തതുകൊണ്ട് പിന്നെ അവർ പട്ടം കൊടുത്ത് കൊടുക്കുക, ആ അധികാരം കിട്ടും. ഇതില്ലാത്തവർ കിടന്നിട്ട് വെപ്രാളം കൂട്ടിയിട്ടൊന്നും ഒച്ചയെടുത്താലൊന്നും പരിശുദ്ധ ഇറങ്ങി വരില്ല. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു അപ്പോസ്തലൻ്റെയോ അവൻ പട്ടം കൊടുത്ത, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പട്ടത്ത് കൊടുത്ത ആളുകളുടെയോ സാന്നിധ്യത്തിലല്ലാതെ പരിശുദ്ധമായി ഇറങ്ങി വന്നതായി എവിടെയെങ്കിലും കാണിക്കാമോ? വേദപുസ്തകത്തിൽ നടക്കൂല. നിങ്ങളൊരു ഒച്ചയെടുത്താലൊന്നും പരിശുദ്ധമായി ഇറങ്ങി വരില്ല. നിങ്ങൾ രോഗശാന്തിയൊക്കെ കൊടുക്കണ്ട, അത് പൈശാചികത്വം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത് കുറേ കഴിയുമ്പോൾ അത് വീണ്ടാരോ അങ്ങനെ വരും. അതുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിച്ച് ആശയക്കുഴപ്പത്തിലാക്കരുത്. ഞാൻ പറയല, യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ദൈവത്വം മനുഷ്യത്വമുണ്ട്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ജനിച്ചിട്ട് വിളിക്കപ്പെടുന്നല്ല അറിഞ്ഞാൽ. മറിയാവിൻ്റെ ഗർഭത്തിലുള്ളപ്പോൾ തന്നെ ദൈവപുത്രനാണ്. അത് കണ്ട് യോജിച്ചിരിക്കുകയാണ്. വേറെ ഒരു ചിലക്കല്ല, ഒരിക്കലുമില്ല. വേർതിരിഞ്ഞ ഒരു ശിശുവിന് ജന്മം കൊടുക്കാൻ പറ്റൂല. എഫേസുസിൻ്റെ ഇത് വളരെ വ്യക്തമായിട്ട് തീരുമാനിച്ച. അത് റോമാ പാപ്പയ്ക്ക് ഇഷ്ടമായില്ല. ലയോൻ പാപ്പാപ്പ കൽക്കിയതല്ല ഒരു സിനോദോസ് വിളിച്ചു കൂട്ടി. അലക്സാണ്ട്രിയയിലെ കൂറിലോസും അന്ത്യോക്യയിലെ സേവരോസും പറഞ്ഞതിനൊക്കെ നഖശിഖാന്തം എതിർത്ത് യേശുവിൽ ഒരാളും 2 സ്വഭാവം ഉണ്ടെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ആക്കി തീർത്തു. പാശ്ചാത്യ വിശ്വാസമാണ്. അതുകൊണ്ടാണ് റോമൻ കത്തോലിക്കിന് ഇപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അവർക്കിനി മാറാൻ പറ്റാത്ത പരിതസ്ഥിതി. ഒരു മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ പഠിപ്പിച്ചില്ലത്. നമ്മുടെ ആളുകൾ സുനോദോസിൽ സംബന്ധിച്ച് കുറച്ച് പേര്, പക്ഷേ അവരെ എതിർത്തിട്ടൊന്നും അവർ സംബന്ധിച്ചില്ല. അതിനുവേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പിന്നാലെ ഉണ്ടായി. ആ കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
അവൻ സ്വർഗത്തിലെ മഹിമ വിട്ടിറങ്ങി വന്നു. ദൈവത്തെ ഉപേക്ഷിച്ചൊന്നുമല്ല. എന്താണ് സ്വർഗത്തിലെ മഹത്വം? കോടിക്കണക്കിന് മാലാഖമാർ അവനെ സ്തുതിക്കുകയാണ്. നീ പരിശുദ്ധൻ 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 എന്ന് തട്ടഹസിച്ച് ശരീരികളും അശരീരികളുമായ മാലാഖമാർ എപ്പോഴും തട്ടഹസിച്ച് അവനെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മഹത്വമൊക്കെ വിട്ടണവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്വവും മനുഷ്യത്വവും ഭൂമിയിൽ നിന്ന് കൊണ്ടൊന്നും ആ ഭൂമിയിലേക്ക് കൊണ്ടൊന്നുമില്ല. മനുഷ്യത്വം ഇവിടെ സ്വർഗത്തിൽ ഒരു മനുഷ്യത്വം ഇല്ല. ഇപ്പോൾ സ്വർഗത്തിൽ മനുഷ്യത്വമുണ്ട്. അവൻ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ദൈവത്വവും മനുഷ്യത്വം യോജിച്ച ശരീരമാണ് അവിടെ ഇരിക്കണം, അല്ലാണ്ട് തിരിഞ്ഞ ശരീരമല്ല ഇരിക്കണം. അവിടെ പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥയാചിക്കുന്നത് ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച ശരീരത്തോടു കൂടി തന്നെയാണ്. അവിടെ വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്നവർ അത് സമർത്ഥിക്കാൻ സാധിക്കട്ടെ. വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ചിലര് ഇത് ദൈവത്വവും മനുഷ്യത്വവും വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പഠിപ്പിക്കാൻ കാരണം തന്നെ ദൈവം മരിക്കില്ല, മനുഷ്യനാണ് മരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ദൈവവും മനുഷ്യനുമായവനാണ് മരിച്ചത്. അത് നേരത്തെ പറഞ്ഞില്ല, മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരം വേർപെടുന്ന. അവൻ്റെ മരണശേഷം അവൻ്റെ ദൈവത്വം അവൻ്റെ ശരീരത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ വേർപെട്ടില്ല. അതാണ് സത്യം. വിശുദ്ധ കുർബാനയിൽ ഖണ്ഡിപ്പൻ്റെ സമയത്ത് അച്ഛനത് രഹസ്യമായിട്ട് പറഞ്ഞ് ഖണ്ഡിപ്പൻ്റെ ശുശ്രൂഷ നടത്തുന്നുണ്ട്. വേർതിരിഞ്ഞിരിക്കുന്നത് യേശുവിന് ഒരിക്കലും രക്ഷ നൽകാൻ സാധ്യമല്ല. ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് ആണ് ഇപ്പോഴും പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവനിരിക്കുന്നത്. പണ്ട് വിശുദ്ധ കുർബാനയിൽ വീഞ്ഞും വെള്ളവും ചേർക്കുമ്പോൾ തുല്യ അളവിലാണ്. എത്രമാത്രം വീഞ്ഞ് ചേർക്കുന്നു അത്രമാത്രം വെള്ളവും ചേർക്കാണ്. ആ വെള്ളവും വീഞ്ഞും യോജിച്ചു, പിന്നെ അത് വേർതിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ദൈവത്വത്തിനോ അതിൻ്റെ ക്വാളിറ്റീസിൻ്റെ ഒന്നും ഒരു കുറവ് വരാതെ, മറിയാമിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ക്വാളിറ്റീസിന് ഒന്നും കുറവ് വരാതെ, അതിൻ്റെ സ്വഭാവ വിശേഷതകളൊക്കെ ഒരു മാലിന്യവും സംഭവിക്കാതെ ഒന്നായി തീർന്നു. ദൈവത്വവും മനുഷ്യത്വം യോജിച്ച് വേറൊന്നല്ല, വേറൊരു വസ്തുവായിട്ട് മാറുന്നില്ല. അവിടെ ഒരു പുതിയ വസ്തു ഉണ്ടാകുന്നില്ല. ദൈവത്വവും മനുഷ്യത്വവും ഈ വെള്ളവും വീഞ്ഞും ചേർന്നാൽ പിന്നെ അത് വേർതിരിക്കാൻ പറ്റാത്തതുപോലെ, പിന്നെ ചൂടാക്കി ആവിയാക്കി, അതൊന്നും ആ പ്രശ്നമൊന്നും അവിടെ ഇല്ല. ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അവിടെ ഏക സ്വഭാവം എന്നല്ല പറയേണ്ടത് ഒരു സ്വഭാവം എന്ന് പറയണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഏക സ്വഭാവം എന്ന് പറയുമ്പോൾ മനുഷ്യ സ്വഭാവം മാത്രം, അല്ലെങ്കിൽ ദൈവ സ്വഭാവം മാത്രം എന്നർത്ഥം വരും. അതുകൊണ്ട് ദൈവത്വവും മനുഷ്യത്വം യോജിച്ച ഒരു സ്വഭാവത്തിൽ കർത്താവ് നിലനിൽക്കുന്നു. മനുഷ്യാവതാരത്തിന് ശേഷം രണ്ടായിട്ട് തിരിക്കാൻ പറ്റില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരാളത്വവും രണ്ട് സ്വഭാവവും എന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവം എന്ന് പറയുന്നത് രണ്ടാളാവില്ലേ? രണ്ടാൾക്കല്ല, ഒരാൾക്ക് രണ്ട് സ്വഭാവം ഇങ്ങനെ. അപ്പം അവനെന്താ മെൻ്റൽ കുഴപ്പമുണ്ടെന്ന് പറയും. അപ്പം രണ്ടാളത്വവും രണ്ട് സ്വഭാവം എന്ന് പറഞ്ഞാൽ ശരി. അതാണ് നെസ്തോറിയൻ പറയുന്നത്. അത് വേദവിരുദ്ധമാണോ? യേശുവിൽ രണ്ടാളത്വം ഇല്ല, രണ്ട് സ്വഭാവവും ഇല്ല. അത് അങ്ങേരത്തെ വേദവിരുദ്ധമാണ്. ഇതും വേദവിരുദ്ധമാണ്. അപ്പോൾ സുറിയാനി സഭയെ, ആ പുരാതന സഭയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൽക്കീദോസ് സുന്നോദോസ് കൂടി ഇങ്ങനെയുള്ള നൂതന ആശയങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.